ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4,70,000 പേര് പങ്കെടുക്കുന്ന ഈ വലിയ ക്വിസ് മത്സരം ഞാൻ വിചാരിക്കുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു മത്സരമായിരിക്കാം. ദൈവത്തിൻ്റെ വചനം ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് എത്തിക്കുവാനായിട്ട് ഈ മത്സരം ഉപകരിക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ജനങ്ങളെല്ലാവരും പ്രായഭേദമന്യേ അനേകായിരങ്ങൾ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവവചനം എന്നും ശക്തിയുള്ളതാണ്, സൗഖ്യം നൽകുന്നതാണ്. ആ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് വലിയൊരവസരമാണിത്. ഈ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി വചനം സ്വീകരിച്ച് പങ്കുവയ്ക്കുവാനും അതോടൊപ്പം തന്നെ വചനമനുസരിച്ച് ജീവിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വചനം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. ആ വചനത്തിൻ്റെ ശക്തി ഓരോ ദിവസവും അനുഭവിച്ച് അറിയുവാനും വചനത്തെ അനുഭവത്തിലേക്ക് വരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിമോഹമില്ലെനിക്ക് അത്ര വേഗം അകലങ്ങളൊക്കെയും കീഴടക്കാൻ എന്ന് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും വചനത്തിന്റെ ഗാഠനീലിമയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഈ 2022 തീരുമാനമെടുത്ത 4,72,000 കത്തോലിക്ക വിശ്വാസികളുടെ സംഗമ തീരമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 22 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. കേരളത്തിൽ നിന്നും മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും മത്സരാർത്ഥികളുള്ള ഈ ബൈബിൾ ക്വിസ് മത്സരം പ്രായമനുസരിച്ച് വിഭജിച്ച 6 ഗ്രൂപ്പുകളായി നടത്തപ്പെടുന്നു. ഒപ്പം തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി ലോഗോസ് ഫാമിലി ക്വിസും നടത്തപ്പെടുന്നു. ഇവ മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കേരള കത്തോലിക്ക സഭയുടെ നേർപകർപ്പായി ബധിരർക്കും മൂകർക്കും വേണ്ടി ലോഗോസ് ക്വിസ് എല്ലാ വർഷവും സംഘടിപ്പിക്കപ്പെടുന്നു. ഇത്തവണ പരീക്ഷയെ അഭിമുഖീകരിച്ച 4,72,000 പേരിൽ നിന്നും വിജയികളായ 6 പേർ നമുക്കൊപ്പമുണ്ട്. അവരെ ഓരോരുത്തരെയായി നമുക്ക് സ്നേഹപൂർവ്വം സദസ്സിലേക്ക് ആനയിക്കാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു 8,250 പേരിൽ നിന്നും ഒന്നാമതെത്തിയ എഫ് വിഭാഗത്തിലെ ലൈല ജോൺ, പാലക്കാട് രൂപത. ഞാൻ ലൈല ജോൺ, പാലക്കാട് രൂപതയിലെ കല്ലേപ്പള്ളി എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2013 മുതൽ ലോഗോസ് ക്വിസ് പഠിച്ച് പരീക്ഷ എഴുതുകയാണ്. 2ാം പ്രാവശ്യമാണ് ഇത് മെഗാ ഫൈനലിൽ കയറുന്നത്. അതിനു മുമ്പ് 2ഉം 3ഉം ഒക്കെ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളുണ്ടായ പ്രായവിഭാഗമാണ് ബി ഗ്രൂപ്പ്. 1,97,000 പേരാണ് ആ വിഭാഗത്തിൽ നിന്നും മത്സരിച്ചത്. അതിൽ നിന്നും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അലീന ജെയ്മോനാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. 15 വയസ്സ് വരെയുള്ള ബി വിഭാഗത്തിലെ ഒന്നാമതെത്തിയ മത്സരാർത്ഥി അലീന ജെയ്മോൻ. എൻ്റെ പേര് അലീന ജെയ്മോൻ. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത ലിറ്റിൽ ഫ്ലവർ ചർച്ച് ആർപ്പുക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 6 വർഷമായി ഞാൻ ലോഗോസ് ക്വിസ് എഴുതിയെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. വയസ്സ് വരെയുള്ളവരുടെ ഡി വിഭാഗത്തിൽ മത്സരിച്ചത് 59,000 പേരാണ്. അതിൽ നിന്നും ഒന്നാമതെത്തിയത് മാണ്ഡ്യ രൂപതയിലെ നിമ ലിൻഡോ. എൻ്റെ പേര് നിമ ലിൻഡോ.
ഞാൻ സെയിൻറ്റ് നോബർട്ട് ചർച്ച് കസവനഹള്ളി ബാംഗ്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. മാണ്ഡ്യ രൂപതയെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്ന് നടക്കാൻ പോകുന്ന ലോഗോസ് പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ബാംഗ്ലൂർ സ്ഥിരതാമസം. ഞാനൊരു IT പ്രൊഫഷണലാണ്. ബാംഗ്ലൂർ IBMയിൽ വർക്ക് ചെയ്യുന്നു. ഇത് 3-ാം തവണയാണ് ഞാൻ ലോഗോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരുന്നത്. 2-ാം തവണയാണ് ഞാൻ പ്രതിഭാ മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം ദൈവവചനം ഏറ്റവും ഭംഗിയായിട്ട് പ്രഘോഷിക്കാൻ ദൈവം ശക്തയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിഭാഗം 30 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി നടത്തിയ മത്സരമായിരുന്നു. അതിൽ ഈ വർഷം മത്സരിച്ചത് 89,000 പേരാണ്. 89,000 പേരെയും പിന്തള്ളി ഒന്നാമതെത്തിയത് പാലാ രൂപതയുടെ അഞ്ജന ടോജി. എൻ്റെ പേര് അഞ്ജന ടോജി. ഞാൻ പാലാ രൂപതയിലെ മേരിലാൻഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാനിതിനു മുൻപ് 4 തവണ ലോഗോസ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പ്രതിഭാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും ചെറിയ കുട്ടികളുടെ പ്രായവിഭാഗമാണ് A ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ ഈ വർഷം 2022-ൽ 72,550 മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അവരിൽ നിന്നും ഒന്നാമതെത്തിയത് തിരുവനന്തപുരം ലാറ്റിൻ അതിരൂപതയിൽ നിന്നുമുള്ള റേച്ചൽ മരിയ റെജി. എൻ്റെ പേര് റേച്ചൽ മരിയ റെജി. ഞാൻ തിരുവനന്തപുരം അതിരൂപതയിലെ മുട്ടട ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. മാർ ഇവാനീസ് വിദ്യാനഗറിലെ സർവോദയ വിദ്യാലയ ICCയിലെ 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ് ഞാൻ. ഇതിനു മുമ്പ് ലോഗോസ് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഫൈനലിലേക്ക് കയറുന്നത്. ഞാനിപ്പോൾ ലോഗോസ് പ്രതിഭാ മത്സരത്തിലോട്ട് കയറാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 60 വയസ്സ് വരെയുള്ളവരുടെ മത്സര വിഭാഗമായ ഈ ഗ്രൂപ്പിൽ 60,000 പേരാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അവരിൽ നിന്നും ഒന്നാമതെത്തിയിരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ ആനി ജോർജ്. എൻ്റെ പേര് ആനി ജോർജ്. ഞാൻ തൃശ്ശൂർ അതിരൂപത പർപ്പൂർ ഇടാംഗമാണ്. ഞാൻ 2017 മുതൽ ലോഗോസ് ക്വിസ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് പ്രതിഭാ മത്സരത്തിനായി മത്സരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, നിങ്ങളെല്ലാവരെയും ഈ ലോഗോസ് പ്രതിഭാ മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ സ്വാഗതം ചെയ്യാം. കൊച്ചി രൂപതക്കാരനായ അദ്ദേഹം സങ്കീർത്തനത്തിലുള്ള തൻ്റെ ഗവേഷണ പാഠവും സഭാമക്കളിലേക്ക് എത്തിക്കുന്നതിൽ ചെലുത്തുന്ന ശ്രദ്ധ അത്യന്തം ശ്ലാഘനീയമാണ്. KCBC ബൈബിൾ കമ്മീഷൻ മുൻ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ബൈബിൾ ഭാഷകളെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന വിധത്തിൽ നൂതന നവമാധ്യമങ്ങളിലൂടെ ഹൃദയഹാരിയായ വിധത്തിൽ അവതരിപ്പിച്ചു വരുന്നു. കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ റിവിഷൻ കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായ അദ്ദേഹം സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി കാർമൽഗിരിയിലെ റെസിഡന്റ് സ്റ്റാഫായി അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. സഹർഷം ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കേരള സഭയുടെ സങ്കീർത്തകൻ, ലോഗോസ് 2022 ക്വിസ് മാസ്റ്റർ റവറന്റ് ഡോക്ടർ ജോഷി മയാറ്റിൽ. പ്രിയ സുഹൃത്തുക്കളെ, ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ 6 കണ്ടസ്റ്റൻസ് ഇവിടെയുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന റേച്ചൽ മുതൽ F വിഭാഗത്തിൽ ലൈല ജോൺ വരെ ഉള്ളവർ, ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ് ഉള്ളവർ ഇവിടെയുണ്ട്. വിവിധ ജീവിത അവസ്ഥകളിലുള്ളവർ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു IT പ്രൊഫഷണൽ ഇരിക്കുന്നുണ്ട്. ഒരു +1 സ്റ്റുഡൻറ്റ് ഇരിക്കുന്നുണ്ട്. ഒരു വീട്ടമ്മ ഇരിക്കുന്നുണ്ട്. ഇത് കേരള സഭയുടെ സുന്ദരമായ മുഖമാണ്.
വചന ഉപാസനയുടെ മുഖമാണ് ഇവർ. ശരി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലോഗോസ് ഗ്രാൻഡ് ഫിനാലെയിൽ 8 റൗണ്ടുകളാണ് ഉണ്ടാകുന്നത്. 8 റൗണ്ടുകൾ. അതുകൊണ്ട് അത് ഒരു വിജയിയെ നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു 9ാമത് റൗണ്ട് അവർ തമ്മിൽ ഉണ്ടാകും. ഇതാണ് റൗണ്ടുകളുടെ എണ്ണത്തിൻ്റെ കാര്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യ റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ റൗണ്ടിന്റെ പേരാണ് സ്റ്റോമ റൗണ്ട്. ഈ റൗണ്ടിൽ ഓരോ മത്സരാർത്ഥിക്കും ലഭിക്കുന്ന ചോദ്യത്തിന് 10 പോയിന്റ് വീതമായിരിക്കും ലഭിക്കുക. ആ ചോദ്യത്തിന് 2 ഭാഗങ്ങളുള്ള ഉത്തരമാണ് ഉള്ളതെങ്കിൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ശരിയാക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി മാർക്ക്, 10ൻ്റെ പകുതി മാർക്കായിരിക്കും ലഭിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ പോയാൽ അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ 10ൻ്റെ പകുതിയായിട്ടുള്ള 5 മാർക്കായിരിക്കും അടുത്ത ആൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മൾ സ്റ്റോമ റൗണ്ട് ആരംഭിക്കുകയാണ്. സ്റ്റോമ എന്നാൽ വായ് എന്നാണ് അർത്ഥം. അപ്പോൾ ഓറൽ റൗണ്ട് എന്ന് നമ്മൾ പറയുന്നതിന് ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 1ാമത്തെ നമ്പറിൽ നിന്നായിരിക്കും ചോദ്യം പോരുക. അതിൽ ആദ്യത്തെ ചോദ്യം ലൈല ടീച്ചറോടാണ്. ടീച്ചറെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ പീലാത്തോസ് വിസ്മയിച്ചതായി പറയുന്ന 2 വചനഭാഗങ്ങൾ ഏതാണ്? മർക്കോസ് 15:5, മർക്കോസ് 15:44. വെരി ഗുഡ്, വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. ടീച്ചർ ആദ്യം തന്നെ സ്കോർ ചെയ്തിരിക്കുന്നു. ടീച്ചറിന് 10 മാർക്കാണ് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, റെഡിയാണോ അലീന? ശരി. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. ആരെല്ലാം തമ്മിലുള്ള വിവാദം? യേശുവും സദൂക്കായരും. യേശുവും സദുക്കായരും. ഉറപ്പിച്ചോ ആ ഉത്തരം? ഉറപ്പിച്ചു. ശരിയാണ്, ഉത്തരം യേശുവും സദുക്കായരും എന്നുള്ളതാണ്. അപ്പോൾ അലീനയ്ക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം നിമ ലിൻറ്റോയോടാണ്. നിമ, ചോദ്യം ഇതാണ്: അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. അവർ ആര്? കുറെ ഫരിസേയരും ഹെറോദേസ് പക്ഷക്കാരും. ഫരിസേയരും ഹെറോദേസ് പക്ഷക്കാരും കൃത്യമായ ഉത്തരമാണ്. 10 പോയിന്റ് നിമ ലിൻറ്റോയ്ക്ക് ലഭിച്ചു. ഫരിസേയരും ഹെറോദേസ് പക്ഷക്കാരും. 4ാമത്തെ ചോദ്യം അഞ്ജന ടോജിയോടാണ്. അഞ്ജന ടോജി, ചോദ്യം ഇതാണ്: നിയമജ്ഞനെക്കുറിച്ച് മർക്കോസ് 9 പ്രതിപാദിക്കുന്ന 2 വാക്യങ്ങൾ ഏതാണ്? അധ്യായ വാക്യങ്ങൾ. മർക്കോസ് 9:11, മർക്കോസ് 9:31. ശരി, ചോദ്യം പാസ് ചെയ്യുകയാണ്. മർക്കോസ് 9:11, മർക്കോസ് 9:14. 9:14 കൃത്യം ഉത്തരമാണ്. ഉത്തരം 9ാം അധ്യായം 11ാം വാക്യവും 14ാം വാക്യവുമാണ്. അപ്പോൾ 5 മാർക്ക് അഞ്ജനയ്ക്കും 2.5 മാർക്ക് റേച്ചലിനും. ഓക്കെ, ഇനിയുള്ള ചോദ്യം റേച്ചലിന് തന്നെയാണ്. റേച്ചൽ, ചോദ്യം ഇതാണ്: കർത്താവിൻ്റെ പേടകം എന്ന പ്രയോഗം ജോഷുവ 4ാം അധ്യായത്തിൽ, ജോഷുവയുടെ പുസ്തകം 4ാം അധ്യായത്തിൽ എവിടെയെല്ലാം കാണാം? 4:9 അല്ലേ? ചോദ്യം പാസ് ചെയ്യുകയാണ്. ആനി ജോർജിനോടാണ് ചോദ്യം. 4:5, 4:11. 4:5, 4:11 കൃത്യം ഉത്തരമാണ്. അപ്പോൾ 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു, സ്കോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ശരി, ഇപ്പോൾ ജോഷുവ 4, 5ാം വാക്യവും 11ാം വാക്യവും. നമുക്ക്
ചോദ്യം ഒന്നുകൂടി, അടുത്ത ചോദ്യം ലഭിക്കുകയാണ് ആനി ജോർജിന്. ചോദ്യം ഇതാണ്: എൻ്റെ ദാസൻ എന്ന് മോശയെ കർത്താവ് വിശേഷിപ്പിക്കുന്ന ജോഷുവ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ വാക്യങ്ങൾ ഏവ? എൻ്റെ ദാസൻ. 1:2, 1:6. പാസ് ചെയ്യുകയാണ്. പാസ് ചെയ്യുന്നത് ലൈല ടീച്ചറിനാണ്. ടീച്ചർ ശ്രമിക്കുക. ജോഷുവ 1:2, ജോഷുവ 1 മുതൽ 11 വരെയുള്ളതിലെല്ലാം പറയണോ? അതെ, ആ 12 അധ്യായങ്ങളിലെ കാര്യമാണ്. ജോഷുവ 11. ശരി, ജോഷുവ പാസ് ചെയ്തോട്ടെ. 11, 12. ശരിയല്ല, പാസ് ചെയ്യുകയാണ്. ജോഷുവ 1:7. ജോഷുവ 1:7 വളരെ ശരിയാണ്. ജോഷുവ 1:2 ജോഷുവ 1:7 രണ്ടിടത്ത് മാത്രമേ മോശയെ എൻ്റെ ദാസൻ എന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ആനി ജോർജിന് 5 മാർക്കും അലീനയ്ക്ക് 2.5 മാർക്കും ലഭിക്കുകയാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇതാണ് 1, 2, 7 വാക്യങ്ങൾ. വെരി ഗുഡ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഗ്ലോസ റൗണ്ടാണ് ഇത്. നമ്മൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ആനി ജോർജിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഗ്ലോസ ഭാഷ എന്നതാണ്. ഭാഷ, ബൈബിൾ ഭാഷകൾ, അതാണ് ഫോക്കസ്. ക്ലിയർ ആണല്ലോ? ശരി, നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ഗോൽഗോഥ എന്നതിൻ്റെ ലത്തീൻ ഭാഷയിലുള്ള പദം ഏതാണ്? കാൽവാരി. ഒന്നുകൂടി പറഞ്ഞു. കാൽവരി. കാൽവാരി. അങ്ങനെ സെഡിമെന്റിൽ കാൽവരി. കാൽവാരി. കാൽവരി. കാൽവാരി. കാൽവാരി. സെഡിമെന്റിൽ കിടക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് പാസ് ചെയ്തിട്ട് വരാം. ഓക്കെ, റേച്ചൽ. കാൽവരി. കാൽവരി. എനിക്ക് കൃത്യമായിട്ട് കേൾക്കണം. ഇത് മലയാളമല്ല നമ്മൾ ചോദിക്കുന്നത്, ലത്തീൻ ഭാഷയാണ് ചോദിക്കുന്നത്. ആ, കാൽവരി. കാൽവരി. അഞ്ജന. കാൽവാരി. 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 നിമാലിൻറ്റോ. കൽവാരി. കാൽവാരി. അലീന ജെയ്മോൻ. കാൽവാരിയും. കാൽവാരിയും, അതാണ് ലത്തീൻ. ബാക്കി നമ്മൾ പറഞ്ഞതെല്ലാം മലയാളമായിപ്പോയി. അതാണ് കുഴപ്പം. അലീന 5 മാർക്ക് ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. പാസ് ചെയ്ത് വന്നതുകൊണ്ട് 5 മാർക്ക്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. റേച്ചൽ റെഡിയാണോ? റെഡിയാണോ? ഓർക്കുക, ഇത് ഭാഷയുടെ ചോദ്യമാണ്. അതുകൊണ്ട് ഹീബ്രു ആയാലും ഗ്രീക്ക് ആയാലും ലത്തീൻ ആയാലും അരമായ ആയാലും അത് അതുപോലെ പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ശരി. രണ്ടാമത്തെ ചോദ്യം: വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവരുത്തുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രീക്ക് പദം. പാസ് ചെയ്യാമോ റേച്ചൽ? പാസ് ചെയ്യാം. അഞ്ജന. സ്കാൻഡലോൺ. സ്കാൻഡലോൺ. സ്കാൻഡലോൺ ശരിയാണ്, കൃത്യമായ ഉത്തരമാണ്. അഞ്ജനയ്ക്ക് 5 മാർക്ക് ലഭിച്ചു. ഓക്കെ, ഗുഡ്. സ്കാൻഡലോൺ. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. അഞ്ജനയ്ക്ക് തന്നെയാണ് ആ ചോദ്യം. കടങ്കഥ, പ്രഹേളിക എന്നെല്ലാം അർത്ഥമുള്ള ഗ്രീക്ക് പദം ഏത്? ഐനിഗ്മ. ഐനിഗ്മ. വെരി ഗുഡ്, കൃത്യമായ ഉത്തരമാണ്. ഐനിഗ്മ. ഇംഗ്ലീഷിൽ നമുക്ക് എനിഗ്മ എന്നൊരു വാക്കുണ്ട്. അത് വരുന്നത് ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഐനിഗ്മ.
ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് സ്റ്റഡി മെറ്റീരിയലിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. നിമ ലിൻറ്റോ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ നിമ, ചോദ്യം ഇതാണ്. അത്തികളുടെ ഭവനം എന്നർത്ഥം വരുന്ന ഹെബ്രായ പദം ഏതാണ്? ബേത്ഫഗെ. ബേത്ഫഗെ വളരെ കൃത്യമായ ഉത്തരമാണ്. 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അഞ്ജനയ്ക്ക് നേരത്തെ 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ഗുഡ്. അലീന റെഡിയാണോ? ശരി. അലീന, ചോദ്യം ഇതാണ്. അറിയുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം. എപ്പിഗിനോസ്കോ. എപ്പിഗിനോസ്കോ വളരെ കൃത്യമായ ഉത്തരമാണ്. അലീന പറഞ്ഞിരിക്കുന്ന 10 മാർക്ക്. ഓക്കെ, ശരി. ലൈല ടീച്ചറിലേക്ക് വരികയാണ്. ചോദ്യം ഇതാണ്. എണ്ണച്ചക്ക എന്നർത്ഥമുള്ള ഹീബ്രു പദം. പറയാം. ഗെത്സേമനി. ഗെത്സെമൻ എന്നുള്ളത് ഓക്കെയാണ്. ഗെത്സെമനി, ഓൾറൈറ്റ്. ഗെത്സെമൻ, ഓൾറൈറ്റ്. ഇതാണ് ഈ എണ്ണച്ചക്ക എന്ന അർത്ഥമുള്ള ഹീബ്രു പദം. ലൈല ടീച്ചറിന് 10 മാർക്ക് ലഭിച്ചു. നമ്മുടെ ഇന്നത്തെ ക്വിസ് മത്സരത്തിന്റെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ക്ലാസിക്കൽ ലാംഗ്വേജസ് ഉൾപ്പെടെ പല ഉത്തരങ്ങൾ കടന്നു വന്ന ഈ റൗണ്ടിന്റെ അന്ത്യത്തിൽ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ് നില ഇപ്രകാരമാണ്. ലൈല ജോൺ നേടിയിരിക്കുന്നു 20 പോയിന്റ്സ്. അലീന ജെയ്മോൻ 27.5 പോയിന്റ്സ്. നിമ ലിൻഡോ 20 പോയിന്റ്സ്. അഞ്ജന ടോജി 20 പോയിന്റ്സ്. റേച്ചൽ മരിയ 2.5 പോയിന്റ്. ആനി ജോർജ് 10 പോയിന്റ്സ്. ഒന്ന് കൊറിന്തോസ് 9:14 പൗലോസ് പരാമർശിക്കുന്ന കർത്താവിൻ്റെ കൽപ്പന സുവിശേഷങ്ങളിൽ എവിടെയാണുള്ളത്? തിമോത്തി 5:18, 9:14. സംഖ്യ 25 1 മുതൽ 9 വരെയുള്ള സംഖ്യ 25 1 മുതൽ 9 വരെ. റേച്ചൽ പോരാളിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പോയിന്റ് പോലും വിട്ടുകൊടുക്കില്ല എന്നാണ്. എനിക്കൊരു ഓപ്ഷനും വേണ്ട. ഇതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞേ? സംഖ്യ 25 1 മുതൽ 9 വരെ. ശരിയായിരിക്കുമോ റേച്ചലെ അത് ഉത്തരം? വാക്കിൽ പിഴയ്ക്കാത്തവനാണോ? വിവേകം നേടിയവനാണോ? ബുദ്ധിമതിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നവനാണോ? ദൈവഭക്തനാണോ? ഭാഗ്യവാൻ എന്ന് വിശേഷിക്കപ്പെടാത്തത്.